ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കർക്കിടകത്തിൽ 10 ഇലകൾ അല്ലെങ്കിൽ ഇലക്കറികൾ കൂട്ടണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇലക്കറികളുടെ കുറേ നമ്മൾ ഏതൊക്കെ ഇലകൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ കുറച്ച് ഇലകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഇലകളുടെ കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അത് തപ്പിയുള്ള പോക്കാണേ. മറ്റു ചെടിയും കൂടി ഉണ്ട്, ഒന്നല്ല കേട്ടോ, കുറേ ഉണ്ട് ഇവിടെ ഇലക്കറികളുടെ. അപ്പം ഞാൻ അതൊക്കെ പോയിട്ട് ഇവിടെ ഒരു തൈ ഉണ്ടായിരുന്നു, നോക്കട്ടെ. അപ്പോഴേക്കിടുക എന്നെ കണ്ടിട്ടാണ് ആട് വിളിക്കുന്നത്. നോക്കട്ടെ, തൈ നോക്കിപ്പോയി നോക്കട്ടെ കേട്ടോ. പറമ്പിലൂടെ ചാടി ഓടി നടന്നാലേ ഉണ്ടെങ്കിൽ അറിയത്തുള്ളതാ. നോക്കട്ടെ. പാവലിൻ്റെ ഇലയും പാവയ്ക്ക കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു കയ്പ്പ്, ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റാണ് പാവലിൻ്റെ ഇല. പിന്നെ നല്ല പാവലിൻ്റെ ഇല ടേസ്റ്റ് ചെയ്ത് തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ പാവലിൻ്റെ ഇലയുടെ. സാമ്പാർ ജീരയാണ്, നമ്മൾ സാമ്പാർ ജീര എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൊഴുപ്പക്കീര എന്നൊക്കെ പറയുന്ന ഒരു തരം ചീരയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് പരിപ്പൊക്കെ ഇട്ട് സാമ്പാർ വെക്കാനും നല്ല മുളക് ഉണ്ടാക്കാനൊക്കെ അടിപൊളി ടേസ്റ്റുള്ളൊരു ചീരയാണ്. ഇത് പൊന്നാങ്കണ്ണി എന്ന് പറയുന്നൊരു ചീരയാണ്. പക്ഷെ ഇപ്പോൾ ഇത് മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ കേടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഇലകൾ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇത് എല്ലായിടത്തും ഒന്നും കിട്ടാനില്ല. അപ്പം ഇതിങ്ങനെ ഒത്തിരി ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ നിലം പറ്റി ഉണ്ടാകുന്ന സംഭവമാണ്. ചിലയിടത്ത് ഒടിച്ച് കുറ്റി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. വേണ്ടത് പയറിൻ്റെ ഇലയാണ്. പയറില നമ്മൾ 10 ഇലകളിൽ ഉൾപ്പെടുത്തുന്നതാണ് പയറില. വേണ്ട. അപ്പോൾ 10 ഇലകൾ നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം കൂടി ചേർത്തിട്ട് തോരൻ വെക്കാറുണ്ട്. അതുപോലെ സെപ്പറേറ്റും വെക്കാറുണ്ട്. അപ്പോൾ ഇത് പയറില. ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ് കേട്ടോ. കുമ്പളത്തിൻ്റെ ഇല പൊക്കത്തിലായതുകൊണ്ട് എനിക്ക് കയറൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുമ്പളത്തിൻ്റെ ഇല. കാട്ടുതാളാണ്, താള് കറിയൊക്കെ വെക്കില്ലേ, കാട്ടുതാള്, അതിൻ്റെ നമ്മൾ ചേമ്പ് അല്ലെങ്കിൽ താള് കറിയൊക്കെ വെക്കണമെന്ന് അറിയില്ലതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ നടക്കുകയാണേ, നടന്ന് മത്തൻ്റെ ഇല കാണിച്ചു തരാം. വെയിലായിപ്പോയി, ചെറിയൊരു അബദ്ധം പറ്റി. കണ്ടോ, അത് മത്തൻ്റെ ഇലയാണേ, മത്തൻ്റെ ഇല. അപ്പോൾ അതും നമ്മൾ കർക്കിടകത്തിൽ ഉപയോഗിക്കുന്നതാണ്. ചൊറിയണ ഇല കേട്ടോ, അതുകൊണ്ട് മാത്രമേ ഞാൻ തൊട്ട് കാണിക്കണില്ല. ഇതാണ് ചൊറിയണത്തിൻ്റെ ഇല. ഇതും കൂട്ടാൻ വെക്കാനായിട്ട് എടുക്കാറുണ്ടെന്നാണ് പറയണത്. 10 ഇലകളിൽ പെടുന്ന ഒന്നാട്ടോ. അതുപോലെ തന്നെ പറയുന്നൊരു ചീര ഉണ്ട് കേട്ടോ. അതായത് കാണിച്ചു തരാം. ഈ ഇലയില്ലേ, ഇത് പ്രഷർ ചീര എന്ന് പറയും, മധുരച്ചീര എന്ന് പറയും. പല സ്ഥലത്തും പല പേരാണുള്ളത്. പിന്നെ നടുക്കൊരു വെള്ള വരയൊക്കെ ഉണ്ട്, ഒരു കായൊക്കെ ഉണ്ടാവും. കാ പൊട്ടിയിട്ട് ധാരാളം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറമ്പിലൂടെ ഉണ്ടാകുന്നതിന് ഞങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിക്കാറില്ല. ഇത് ചേനയില എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ചേനയുടെ ഇലയാണ്. അപ്പോൾ അതും നമ്മൾ തോരൻ വെക്കാനായിട്ട് ചേന ഇലയും ചേന തണ്ടും ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ പറമ്പിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് ഒന്ന് പറിക്കണമെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ തപ്പിപ്പോകാൻ മേലാത്തതുകൊണ്ട് കുടങ്ങൽ കൊണ്ടുവന്ന് ഞാൻ ഗ്രോ ബാഗിൽ നട്ടു വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കുടങ്ങൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ വട്ടത്തിൽ കാണുന്നില്ല, അതാണ് കുടങ്ങലിൻ്റെ ഇല. ഇത് പൊന്നാരി വീരനാണ് കേട്ടോ. പൊന്നാരി വീരൻ്റെ ഇലയാണ്. എനിക്കിന്നലെ അബദ്ധം പറ്റി, വേറെ തൈ ഉള്ളതുകൊണ്ട് ഞാനിതൊന്ന് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ തൈയൊന്നും കാണാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇതുപോലെ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ കാണാനും അറിയാനും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ഫോട്ടോസ് എടുത്തിടാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറേ ചെടികളൊക്കെ ഉണ്ടാകും. ഫോട്ടോസും വീഡിയോസൊക്കെ ഇടണമെന്ന് ഓർക്കാറുണ്ട്. അപ്പോൾ അതുപോലെ മറ്റ് വീഡിയോകളായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.